ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 1868 വിശുദ്ധ ചാവറപ്പിതാവ് കൈനകരിയിലെ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി എഴുതിയ കുടുംബച്ചട്ടങ്ങളാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന് നമുക്കറിയാം. നമ്മൾ ഓരോ എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ചാവറപ്പിതാവ് എഴുതിയ ആ കുടുംബച്ചട്ടങ്ങളിലെ ഓരോ ഉപദേശങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കുടുംബജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പല കുടുംബങ്ങളുടെയും അടിത്തറ ഇളക്കിയിട്ടുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കോടതി കേസുകൾ, അത് എങ്ങനെയാണ് ഒരു കുടുംബത്തെ സ്വാധീനിക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. ചാവറപ്പിതാവ് ചാവരുളിൽ 150 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സർക്കാർ വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. എത്ര ന്യായമുള്ള സംഗതികളെക്കുറിച്ചായിരുന്നാലും സർക്കാരിൽ പോകാതിരിക്കുകയായിരുന്നു നന്ന് എന്ന് അവസാനം പറയുവാൻ ഇടയാവുകയും ചെയ്യും. സർക്കാരിൽ പോയതിനെക്കുറിച്ചും ഒരിക്കലും ഒരുത്തനും ഉപകാരമെങ്കിലും സന്തോഷമെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം സന്തോഷം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതാണ് ചാവറപ്പിതാവ് 1868 പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ അന്നും ഇത്തരത്തിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചാവറപ്പിതാവ് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അത് ഈ ഒരു കാലത്ത് നമ്മുടെ അതിനുശേഷം 1868 ശേഷം വന്ന കുടുംബ ബന്ധങ്ങൾ, കത്തോലിക്ക കുടുംബ ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു, നമ്മുടെ ഒരു അനുഭവം നമുക്ക് അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാം. ആ ഒരു ദർശനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സർക്കാരുമായിട്ട് ബന്ധം വേണ്ട എന്നുള്ളൊരർത്ഥത്തിലല്ല, സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിലുമല്ല ചാവറപ്പിതാവ് പറയുന്നത്. ഇവിടെ സർക്കാർ എന്നുള്ള വാക്കുകൊണ്ട് ചാവറപ്പിതാവ് ഉദ്ദേശിക്കുന്നത് കോടതിയാണ്. സിവിൽ ക്രിമിനൽ കോടതിയുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് ഇവിടെ സർക്കാർ എന്നുള്ളൊരു വാക്കുകൊണ്ട് ചാവറപ്പിതാവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല കുടുംബങ്ങളിലും നമുക്കറിയാം, പുരാതന പ്രസിദ്ധമായ കുടുംബങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പല കുടുംബങ്ങളിലും തലമുറകളിലേക്ക് ബന്ധങ്ങൾ തുടരാതെ മുറിഞ്ഞു പോയിട്ടുള്ളതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം ആരെങ്കിലും, സഹോദരങ്ങളിൽ ആരെങ്കിലും തമ്മിൽ ശത്രുതയുണ്ടാവുകയും അത് പരിഹരിക്കാൻ വേണ്ടി കോടതിയിൽ സ്വന്തം സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് പല കുടുംബങ്ങളുടെയും ബന്ധങ്ങൾ മുറിക്കുകയും അടിത്തറ ഇളക്കുകയും ചെയ്തിട്ടുള്ളത്. ചാവറപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഭദ്രമായിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ ഭദ്രത. അത് ചാവറപ്പിതാവ് ക്രൈസ്തവ പുരോഹിതനായിരുന്നു, കത്തോലിക്ക പുരോഹിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള ക്രൈസ്തവ കുടുംബങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞതെങ്കിലും ഇന്നും എന്നും ജാതിമത ഭിന്നതയില്ലാതെ എല്ലാ കുടുംബങ്ങളും ഭദ്രമായിട്ടുള്ള കുടുംബങ്ങളാണ് എല്ലായിടത്തും നല്ല ഭദ്രമായ സമൂഹത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചാവറപ്പിതാവ് ഒരു സമൂഹ ഭദ്രതയ്ക്ക് വേണ്ടി ഉള്ള ഒരു ദർശനം അവതരിപ്പിച്ചുകൊണ്ടാണ് കുടുംബ ഭദ്രതയുടെ അടിസ്ഥാനപരമായ ഈ ഒരു ചിന്ത നമ്മുടെ ചർച്ചയ്ക്കായിട്ട് തരുന്നത്. നമ്മളുടെ കുടുംബ ബന്ധങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ അറിവ് പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പല കുടുംബങ്ങളും ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കേസുകൾ പരസ്പരം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും കുടുംബം എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം കുടുംബ ബന്ധങ്ങൾ തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ശത്രുതയും കേസുമാണ്. എന്താണ് ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ?
അച്ഛനിപ്പം പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറേയേറെ സന്ദേഹങ്ങൾ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്ന ചാവറയച്ചൻ കത്തോലിക്ക സമുദായത്തിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളിലും ഏരിയയിലും അദ്ദേഹത്തിൻ്റെ കൈമുദ്രകൾ പതിച്ചിട്ടുണ്ട്. അക്ഷരത്തിലും ജ്ഞാനത്തിലും വിദ്യാഭ്യാസത്തിലും എന്നുവേണ്ട ദരിദ്രൻ്റെ ചെറിയ നാണയത്തുട്ടുകളിലൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ വ്യവസ്ഥിതിയുടെ ഭാഗമെന്ന നിലയിൽ കുടുംബവും കോടതിയും വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ്. കോടതി നമുക്ക് ഒഴിവാക്കാനാവില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ്, കോടതി ഒക്കെ ആവശ്യമാണ്. നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിയമങ്ങൾ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് അടുത്ത പ്രശ്നം. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് നിയമങ്ങൾ ആവശ്യമാണ്, എന്നാൽ കുടുംബവും നമുക്ക് ആവശ്യമാണ്. പക്ഷേ മാനുഷികമായ ദൗർബല്യങ്ങൾ നമ്മളെ എല്ലാവരെയും വേട്ടയാടുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ ചെറിയ മാനുഷിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഏതെങ്കിലും ഒരവസ്ഥയിൽ എനിക്ക് ഒരു കേസുണ്ടായാൽ, സഹോദരനുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മകനുമായിട്ടോ ഒരു കേസുണ്ടായാൽ എനിക്ക് കോടതിയെ സമീപിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരിക്കലും എനിക്ക് സഭാപരമായിട്ട് അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ആ ഏരിയയിൽ എനിക്ക് അറിവില്ല, എനിക്കതറിയില്ല. അപ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ മൂല്യങ്ങളിൽ വളർന്നു വരുന്ന ഞാൻ ഒരു കേസിൽ അകപ്പെടുന്നത് തന്നെ നമ്മൾ പറയുന്ന ഏരിയയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയും. അവിടെ എനിക്ക് വേണ്ടത്ര ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് അതിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നത്. അകപ്പെട്ട് എനിക്ക് കോടതിയിൽ പോയേ പറ്റൂ. അപ്പോൾ ഇതിനെ എനിക്ക് മറികടക്കാൻ കഴിയുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളെയും മറികടക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായി എനിക്ക് കോടതിയിൽ പോയേ പറ്റൂ. അവിടെ എനിക്ക് നീതി കിട്ടുന്നില്ല. ചുവപ്പ് നാടയിൽ ഞാൻ കുരുങ്ങിക്കിടക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, കുടുംബത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ആകെപ്പാടെ അസ്വസ്ഥതകൾ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മറികടക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോടതി ഒരു പൊതുസമൂഹ സ്ഥാപനമാണ്. കുടുംബവും അതുപോലെ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ്. ഏതിനെ നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല. കുടുംബം നിലനിൽക്കുക എന്നുള്ളത്, സമൂഹം നിലനിൽക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. കോടതി നിലനിൽക്കാൻ വേണ്ടി തെറ്റ് ചെയ്യുക, ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കുക, കോടതിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സംഭാവന കൊടുക്കുക എന്നുള്ളത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. കുടുംബം എങ്ങനെ നിലനിൽക്കണം, എന്തുകൊണ്ട് കേസിലേക്ക് പോകുന്നു കുടുംബ ബന്ധങ്ങൾ, പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഹൃദയബന്ധം നഷ്ടപ്പെടുന്നിടത്തു നിന്നാണ് മറ്റൊരാളുടെ സഹായം എനിക്ക് ആവശ്യം വരുന്നത്. നമ്മൾ രണ്ടും സഹോദരങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും സഹോദരങ്ങളാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടാകുന്ന ഒരു വിഷയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ അത് ഞങ്ങളുടെ ഹൃദയബന്ധത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആ ഒരു ഇഴയെടുപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത്, അതായത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ, കത്തോലിക്ക കുടുംബം എന്ന് പറയുന്ന രീതിയിൽ സമൂഹത്തിൽ നമ്മളുടെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം വളർന്നു വരുന്നത് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി വീണതല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കത്തോലിക്ക വിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അതിനും ശേഷം ദേവാലയത്തിൽ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മൂല്യങ്ങളുടെ തുടർച്ചയാണ്. അതിനുശേഷമാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീടാണ് വീതം വെപ്പും പരിപാടികളൊക്കെ വരുന്നത്. ഇപ്പോൾ തുടക്കം മുതൽ നമ്മളുടെ ക്രൈസ്തവമായൊരു കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ മൂല്യബോധത്തിൻ്റെ ഒരു തുടർച്ച നമ്മളുടെ കുടുംബജീവിതത്തിൽ എത്തുന്ന സമയത്ത് ഉൾപ്പെടെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ കൃത്യമായൊരു അവബോധം നമുക്കുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് അവബോധത്തിൻ്റെ കുറവിൻ്റെ കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ നമ്മളിപ്പോൾ എന്തായാലും ഒരു വിഷയമുണ്ടായാൽ അതിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടേ പറ്റൂ. നാവേലിനെ കൊന്നപ്പോൾ യഹോവ ചോദിച്ചു, അവിടെ ഒരു കണ്ണിയായി യഹോവ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? യഹോവ ഇവിടെ കണ്ണിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതാ അവൻ്റെ രക്തം നിലത്ത് വീണ് ഈ മണ്ണ് നിന്നെ നോക്കി അട്ടഹസിക്കുന്നു എന്ന് യഹോവ പറയുമ്പോഴാണ് അവൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ഇടപെടൽ ആവശ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഇടപെടലിൻ്റെ ഭാഗമല്ലേ ഇപ്പോൾ നമുക്ക് സഭാകോടതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സഭാകോടതി ഇങ്ങനൊരു സാധനം ആവശ്യമില്ലെങ്കിൽ സഭാകോടതി പോലും നമുക്ക് ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഈ മൂന്നാം കക്ഷി എന്നുള്ള ഈ പദത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒന്നും രണ്ടും കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ എന്നുള്ളതാണ്. ഒന്നുമല്ല രണ്ടുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കക്ഷിയാണ് ഈ കുടുംബ ബന്ധത്തിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കക്ഷിയുടെ കയ്യിലേക്ക് ഈ സ്നേഹരാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ
പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക പ്രകടനത്തിൻ്റെ പേരിലുണ്ടായ ബന്ധത്തിൻ്റെ മുറിവ് ഉണക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം രക്തബന്ധത്തിൻ്റെ ഭാഷയിലുള്ള ഒരു പരിഹാര മാർഗമല്ല ഒരു കോടതിയും ഈ കേസ് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കോടതിക്ക് കോടതിയുടേതായ നൈയാമികമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്, നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന രണ്ട് കക്ഷികളും, വാദിയും പ്രതിയും, അതായത് രണ്ട് സഹോദരങ്ങൾ, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും, അല്ലെങ്കിൽ അപ്പനും മകനും ആയിക്കോട്ടെ, ഈ രക്തബന്ധത്തിൻ്റെ രണ്ട് പ്രതിനിധികൾ ഈ ഒരു കോടതിയുടെ നടപടിക്രമങ്ങൾക്കായി ഇടയിലേക്ക് സ്വയം തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്തബന്ധമില്ലാതെയാവുകയാണ്. കാരണം ഈ ഒരാൾ വാദിയും ഒരാൾ പ്രതിയുമായി മാറുകയാണ്. അവിടെ അപ്പനുമില്ല, മകനുമില്ല, ആങ്ങളെയുമില്ല, പെങ്ങളുമില്ല, ചേട്ടനുമില്ല, അനിയനുമില്ല. അല്ല, അപ്പോൾ അങ്ങനെ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടല്ലോ. അവിടെ ഒരു സാഹചര്യം സംജാതമായതുകൊണ്ടാണല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നയിക്കപ്പെടുന്നത്. ചാവറച്ചൻ പറയുന്നത് അതുകൊണ്ടാണ് ചാവറച്ചൻ പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇടവരരുത്. അതാണ് ഞാൻ അതിന് ചോദിക്കുന്നത്. നമ്മളുടെ ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മളെ കരുത്ത് നൽകണം. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നതും നമ്മൾ ഈ പറയുന്ന രീതിയിൽ വളർന്നു വന്ന സാഹചര്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ മൂല്യബോധങ്ങളിൽ അത് നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം. മനസ്സിലായി? ഞാൻ വേറെ ആർക്കെങ്കിലും അത്തരത്തിലുള്ള എക്സ്പീരിയൻസിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് പോകാൻ പറ്റും? എന്ത് തോന്നുന്നു? മനുഷ്യൻ സ്വതന്ത്രനായതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വ്യക്തികളായാലും സഹോദരങ്ങളായാലും സമൂഹമായാലും രണ്ടുപേർ ചേർന്നെടുത്ത് അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നമുക്ക് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ജ്ഞാനിയായ ഒരുവൻ നിങ്ങളിലില്ലേ എന്ന് ചോദിക്കുന്നുള്ള നമുക്ക് നമ്മുടെ ആത്മീയ നേതൃത്വത്തിന് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെട്ടാൽ നമ്മൾ നിയമ നടപടികളിലേക്കോ കോടതിയിലേക്കോ കാലങ്ങളോളം നീളുന്ന കോടതി വരാന്ത തർക്കത്തിലേക്കോ ഒന്നും പോകാതെ ഇത്തരം തർക്കങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ഇടയിൽ തന്നെ ഇല്ല. അതെന്തുകൊണ്ട് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? അതൊരു നല്ല ചോദ്യമാണ്. അതായത് ഇപ്പം റിച്ചർഡൻ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ആ ചോദ്യം. അപ്പോൾ അത് കൊണ്ടുവന്നെത്തിക്കുന്നത് നമ്മളുടെ അടിസ്ഥാനപരമായ കുടുംബ ബന്ധങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു കുടുംബനാഥൻ, ഇപ്പം ചേട്ടനനിയന്മാർ തമ്മിലാണ് പ്രശ്നമുണ്ടെങ്കിൽ അപ്പൻ ഇടപെടാം. അപ്പൻ്റെ ഒരു സ്പേസ്, അപ്പൻ എന്ന് പറയുന്ന ആൾക്ക് ആ കുടുംബത്തിലുള്ള സ്വാധീനമാണ് ഒരു പരിധിവരെ ആ ഇടപെടലിൻ്റെ ഒരു സ്വാതന്ത്ര്യം. അപ്പൻ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത ഒരു ഹൈറാർക്കിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഇടവകയാണ്. പക്ഷേ നമുക്കൊരു കുടുംബ കൂട്ടായ്മയുണ്ട്. ഇപ്പം നമ്മളുടെ കത്തോലിക്ക സഭയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംവിധാനം കുടുംബ കൂട്ടായ്മകളാണ്. ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് ഇടപെടാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ നിലവിലൊരു കോടതി നിയമവ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള ഒരു കോടതി നമുക്ക് നിലവിലുണ്ട്. ഈ കോടതി നിലനിൽക്കെ തന്നെ സമാന്തരമായ ഒരു കോടതി നമുക്ക് സഭയിൽ എന്തിനാ വന്നത്? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ആദ്യമേ മുൻകൂട്ടി ചിന്തിച്ചതിൻ്റെ ഭാഗമല്ലേ സമാന്തരമായിട്ട് ഒരു കോടതി നമുക്ക് സഭയിൽ ഉണ്ടായി തീർന്നത്? സുഹൃത്തെ, പേരെങ്ങനെയാന്ന് പറഞ്ഞു? ബിൻഡോ. ബിൻഡോ, നമ്മുടെ പൊതുവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ആദ്യം ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു. പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് കോടതിയും നീതിന്യായ വ്യവസ്ഥയും. അതിനെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു ക്രൈസ്തവ സമൂഹം, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമൂഹമാണ്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും ചെറിയ ഏകകമാണ് കുടുംബം. അപ്പോൾ ഈ സമൂഹത്തിനുള്ളിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ചാവറച്ചൻ കൊണ്ടുവരുന്നത് ഒരു കാത്തലിക് നീതിന്യായ വ്യവസ്ഥ. അത് പൂർണ്ണമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ, ബൈബിൾ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ പാലിക്കുവാൻ ക്രൈസ്തവ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞാനും കടപ്പെട്ടവനാണ് എന്നാണ് ചാവരുൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ കടപ്പാട് പൂർത്തിയാക്കാനായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന ഒരു കുടുംബ ബന്ധങ്ങളിൽ പുറത്തേക്കൊരു മൂന്നാമത്തെ ആൾ, മുമ്പേ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൻ ജഡ്ജാണ്. അപ്പന്റെ സ്ഥാനം കൊടുക്കണം. അപ്പനെ ഒരു കുടുംബ കോടതിയുടെ ജഡ്ജായിട്ട് കുടുംബത്തിലെ മക്കളും അമ്മയും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയലോക്കക്കാരൻ ജഡ്ജായിട്ട് വരേണ്ട കാര്യമില്ല. അപ്പനാണ് ചാവറച്ചൻ്റെ കൺസെപ്റ്റിൽ അപ്പൻ, കത്തോലിക്ക സഭയുടെ കൺസെപ്റ്റ് ദർശനം അതാണ്. അപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ അപ്പൻ ആ വാക്ക് പറയാൻ യോഗ്യനായിരിക്കണം. ഏത് സെക്കുലർ കോടതിയിൽ ചെന്നാലും സ്നേഹം ഉണ്ടാക്കി തരാൻ
ഒരു ന്യായാധിപനും കഴിയില്ല എന്നാണ് ചാവറച്ചൻ പറഞ്ഞതിൻ്റെ. അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിനാണ് ഒരു കുടുംബ കോടതി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, കുടുംബ കോടതി നേരത്തെ ചോദിച്ചു. ഇപ്പൊ അങ്ങനെ ഒരു കുടുംബ കോടതി എന്തിന് നമുക്കൊരു കുടുംബ കോടതി? ഇപ്പൊ നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് തൊട്ട് +2 വരെ നമുക്ക് സൺഡേ സ്കൂളുണ്ട്, അല്ലേ? കാറ്റഗിസം ഉണ്ട്. ഈ കാറ്റഗിസം ഇല്ലാത്ത ഹൈന്ദവ സമൂഹങ്ങളിലോ മറ്റ് ഇതര സമൂഹങ്ങളിലോ നമ്മൾ നോക്കിയാൽ സമീപകാലത്ത് വന്ന റിപ്പോർട്ട് അനുസരിച്ച്, എനിക്ക് 2014, 15, 16 കാലഘട്ടങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടന്നിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്കിടയിലാണ്. ഇത്രയും പിന്നെ മതപഠശാലകളുള്ള, ഇത്രയും കാറ്റഗിസം പഠിപ്പിക്കുന്ന, ബൈബിള് പഠിക്കുന്ന നമുക്കിടയിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ഈ സഭ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ സഭ പാരലായിട്ടൊരു കുടുംബ കോടതി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇല്ല, ഓരോ മതസമൂഹത്തിനും അവരുടെ ഇൻറ്റേണലായിട്ടുള്ള നടപടിക്രമങ്ങൾ ആ സമൂഹത്തിനുള്ളിൽ, ആ വ്യവസ്ഥിതിക്കുള്ളിൽ, ഓരോ സമൂഹം ഓരോ വ്യവസ്ഥയാണല്ലോ, അതിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള ഘടനകളും സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഓരോ മതസമൂഹങ്ങളും സമുദായങ്ങളും നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും നിലനിൽക്കുന്നത്. ആ ഒരർത്ഥത്തിൽ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ ഒരു സമൂഹം, അതിനുള്ളിൽ തന്നെ സഭാംഗങ്ങൾ നേരിടുന്ന പിന്നെ വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകളും സഭയുടെ മൂല്യങ്ങൾക്കനുസരിച്ചോ അല്ലാതെയോ സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ പൊതു നിയമത്തിന് കീഴിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലയിൽ ഇൻറ്റേണലായിട്ടുള്ള നമ്മുടെ നിയമവ്യവസ്ഥിതി പാലിക്കപ്പെടാനും നടത്താനുമായിട്ടുള്ള വ്യവസ്ഥ അനുമതിയോടുകൂടിയാണ് നമ്മൾ നിലനിർത്തുന്നത്. ഓരോ സമൂഹവും അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നീതി നടപ്പിലാക്കുന്നതിൻ്റെ കാരണം. അതാണ് വ്യവസ്ഥ. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നത്, ഇപ്പം മുമ്പേ സുഹൃത്ത് ചോദിച്ചതും, നമുക്ക് നമ്മുടേതായ ഒരു കുടുംബ ബന്ധം, ഇപ്പോൾ ചോദിച്ചല്ലോ, നമ്മുടെ സമൂഹത്തിനുള്ളിൽ ധാരാളമായിട്ട്, നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, വിവാഹമോചനം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് എല്ലായിടത്തും കുടുംബ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത് എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കറക്റ്റ് കണക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും എവിടെയാണെങ്കിലും, നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും, ശത്രുതയ്ക്കും വിദ്വേഷത്തിനും ജാതിയും മതമോ സമുദായമോ ഇല്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെയും അകൽച്ചയുടെയും കാരണമാണ്. അതിന് പിന്നെ കാരണങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വ്യക്തിബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. എന്താണെങ്കിലും പരസ്പരമുള്ള ഒരു സ്നേഹം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ശത്രുത ഉടലെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചാവറച്ചൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഹൃദ്യമാകണം. അതിന് ബന്ധങ്ങൾ നിലനിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു അനുഭവത്തെ നമ്മൾ ആശ്രയിച്ചാൽ അതിൻ്റെ പേരിലാണ് പലപ്പോഴും, ഇപ്പം ഒരു കുടുംബത്തിൽ വീതം വെപ്പിനെ പറ്റി നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും. സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ഉദ്യോഗങ്ങളെപ്പറ്റി, ഈ ഒരു കുടുംബത്തിനുള്ളിലെ വിഭവ വിതരണത്തെപ്പറ്റി. ഇതൊക്കെ നീതിപൂർവം നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി, നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടി എന്ന് പറയുന്നിടത്ത് നീതിയായി എന്ന് പറയുന്നത്. പക്ഷേ കുടുംബത്തിലാണെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് ആദ്യം കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് എന്ന് പറയുന്നിടത്താണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഒരു വശം ചാവറച്ചൻ സൂചിപ്പിക്കുന്നത്. അപ്പം അച്ഛാ അത് സമ്മതിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അവിടെയും ഇത് പോയിന്റ് ഔട്ട് ചെയ്യാതെ കിടക്കുന്നത്, ഇപ്പോൾ കോടതി എന്ന പദം, ആ ഒരു പദം വിവക്ഷിക്കുന്നത്, കോടതി എന്ന പദം വിവക്ഷിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണോ കത്തോലിക്ക സഭയിലും കോടതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എൻ്റെ ചോദ്യം അതാണ്. ഇപ്പോൾ ക്രിസ്തു ഇപ്പം സാബത്ത് ലംഘിച്ചു, ഫരിസേയരുടെ നിയമങ്ങൾ ലംഘിച്ചു. ക്രിസ്തു നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനായവനാണ്. അവൻ സാബത്ത് ദിവസം ഗോതമ്പ് ഓയിൽ കയറി ഗോതമ്പ് ഓയിൽ എടുത്ത് കഴിച്ചു. അപ്പോൾ അവൻ അവരോട് തിരിച്ച് മറുപടി ചോദിച്ചു, ഇന്നേ ദിവസം നിങ്ങളുടെ കാളക്കുട്ടി കിണറ്റിൽ വീണാൽ നിങ്ങൾ എടുക്കത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പം നിയമത്തെ പലപ്പോഴും ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി, അല്ലെങ്കിൽ നമ്മുടെ നീഡ് അനുസരിച്ച് ക്രിസ്തു പലപ്പോഴും നിയമങ്ങളെ മറികടന്ന ഒരാളാണ്. മൊത്തത്തിൽ ക്രിസ്തു അന്ന് നിലനിന്ന മുഴുവൻ നിയമങ്ങളെയും ക്രിസ്തു മറികടന്നു. അപ്പം അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. ക്രിസ്തുവിൻ്റെ ഭാഷ എപ്പോഴും സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, കത്തോലിക്ക കോടതി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ളൊരു കോടതിയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും? അതിനു മുമ്പ് വരുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ വേദപഠനം പഠിച്ച് 12ാം ക്ലാസ് വരെ നമുക്ക് സംഭവങ്ങളുണ്ട്. എന്നിട്ടും പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് ആദ്യം ചോദിച്ചത്, അല്ലേ? ആവർത്തിക്കപ്പെടുന്നതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ആവർത്തിക്കപ്പെടുന്നതിന് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ, ഇപ്പോഴത്തെ നവമാധ്യമ സംസ്കാരം ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാധ്യമ സംസ്കാരം നമ്മൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ 12ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ബൈബിളും ഈ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ബൈബിളും വൈദികരും സിസ്റ്റേഴ്സും പറഞ്ഞു തരുന്ന, അല്ല വേദപഠന പരിശീലകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമല്ല. നമുക്ക് ചുറ്റും വേറൊരു ലോകം ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ആ ലോകമെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ദർശനങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, ഞങ്ങളുടെ അത്ര പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു പ്രായമായ ഇല്ല, കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾക്ക് നവമാധ്യമങ്ങൾ സജീവമായിരുന്നില്ല. നവമാധ്യമങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഡൈവേഴ്സ് ഉണ്ടാകുന്നുള്ള ചോദ്യമുണ്ട്. അന്ന് നവമാധ്യമങ്ങൾ സജീവമല്ല. നമ്മുടെ കുടുംബങ്ങളിൽ പത്രം അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക പ്രസിദ്ധീകരണത്തിന് അപ്പുറത്ത്, അല്ലെങ്കിൽ ദീപിക പോലുള്ള കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു പ്രസിദ്ധീകരണമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കാഴ്ചകളും ഉൾക്കാഴ്ചകളും തരാനുള്ള സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ആ ലിമിറ്റേഷൻ നമുക്ക് സമൃദ്ധമായിരുന്നു. അതിനുള്ളിൽ നമ്മൾ സംതൃപ്തരായിരുന്നു. അപ്പൻ പറയുന്നതിനപ്പുറത്തൊരു വാക്കുണ്ടായിരുന്നില്ല. അമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ്, അടുക്കളയിൽ നിന്നും അപ്പൻ്റെ അടുത്തോട്ട് ഉള്ള വഴികൾ വളരെ ദൂരമുണ്ടായിരുന്നു. മുമ്പിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ്റെ അടുത്തേക്ക് വരാനുള്ള മക്കളുടെ വഴികൾ അമ്മയുടെ അടുത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അമ്മ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ കാലഘട്ടങ്ങൾ കൊണ്ടുണ്ടായ ഒരു മാറ്റമുണ്ട്. അത് ലോകത്ത് മൊത്തത്തിലുണ്ടായ മാറ്റങ്ങളാണ്. അതായത് നവമാധ്യമങ്ങളുടെ ഒരു കടന്നുവരവ് 80കളിൽ തുടങ്ങി നമ്മളുടെ പുതിയ TV എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈലിൽ ഉള്ള സംഗതികൾ കൊണ്ട് മറ്റെല്ലാ സംഗതികളും മാറി മൊബൈൽ മാത്രമായിട്ട് ചുരുങ്ങുന്നു. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതായി മാറി. അപ്പൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന മറ്റു ചില സംഗതികൾ സ്വാധീനിച്ചു. അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന TV-യിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ പണ്ട് നമുക്ക് വേദപഠനം, നമ്മുടെ കുടുംബങ്ങളിലുള്ള ചെറിയ ചെറിയ മാസികകൾ, അതിനപ്പുറത്തോടൊരു ലോകമുണ്ടായിരുന്നില്ല. അപ്പനമ്മ പറയുന്ന വേദവാക്യമായിരുന്നു. ഇന്ന് നമ്മളോട് പറയാൻ, നമ്മൾ കേൾക്കാൻ, നമുക്ക് സ്വാധീനിക്കപ്പെടാനായിട്ടുള്ള ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. ആ ഒരു സാധ്യതകളിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? സീരിയൽ കാണുന്നു, നമ്മളെ സ്വാധീനിക്കുകയാണ്. അപ്പനും അമ്മയും പറയുന്നതിനപ്പുറത്ത് പല സീരിയലുകളും സ്വാധീനിക്കുന്നില്ലേ? എന്നാൽ ബേബി ചേച്ചി എന്ത് തോന്നുന്നു? സ്വാധീനിക്കുന്നില്ലേ? അല്ലേ? അപ്പം എന്തുകൊണ്ട് ഈ സീരിയലിരുന്ന് കണ്ടിരുന്ന് കരയുന്നു? നമ്മുടെ സന്ധികൾ ഇങ്ങനെ കണ്ണീര് കൊണ്ട് സമൃദ്ധമാവുകയാണ്. ബേബി ചേച്ചി ഇല്ലേ, സീരിയൽ കാണാറില്ലേ? അല്ലേ? സീരിയൽ പണ്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കാണുന്നില്ല. പക്ഷേ സീരിയൽ കാണുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി കുടുംബ ബന്ധങ്ങൾ, തകർച്ചകൾ നമ്മളത് കണ്ട് നമ്മുടെ ഉള്ളിലോട്ട് അത് കുറച്ചെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. മക്കളിലാണേലും മാതാപിതാക്കളിലാണേലും ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ടത്. പിന്നെ അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ, പിന്നെ സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാണ്ട് നമ്മളിരുന്ന് പല മാതാപിതാക്കളും മക്കളും ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ദൂഷ്യമുണ്ടെന്നാണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഡയലോഗിങ്ങിനുള്ള ഒരു സംഭാഷണത്തിനുള്ള സാധ്യതകൾ മുഴുവൻ കുറഞ്ഞാൽ. ജയമോൾ എന്ത് പറയണു? സീരിയൽ കാണുന്നത് കൊണ്ട് വ്യക്തിബന്ധങ്ങൾ ശിഥിലമാക്കുന്നു. കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയവിനിമയ ശേഷി നഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കുടുംബങ്ങളുടെ ഒരു അവസ്ഥയിൽ ചില കുടുംബങ്ങളിൽ സീരിയൽ ഒരു അനിവാര്യ ഘടകമായി മാറുന്നുണ്ട്. കാരണം മിണ്ടാതിരിക്കാമല്ലോ, അത്ര സമയം പരസ്പരം മിണ്ടാതിരിക്കാമല്ലോ. എനിക്കൊന്ന് പറയാം, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ട്രെൻഡാണ്. കുട്ടികളെ വെച്ചിട്ടുള്ള സീരിയലുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ കുട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറി പറയുക. തെറി പറഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന മാക്സിമം, TV-യിൽ പറയാൻ പറ്റുന്ന മാക്സിമം തെറികൾ കൊച്ചിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുക. അത് എൻ്റെ കൊച്ചടക്കം ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? അവർക്ക് കുടുംബങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് അവർ കാണുന്നത് എന്താണ്? ഈ തെറി പറച്ചിലും കാര്യങ്ങളുമാണ് അവർ കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ ഈ കുടുംബത്തെക്കുറിച്ച് എന്ത് ബോധ്യമാണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു വന്ന ചിന്തകൾ നമ്മളെ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്ന് സമാഹരിക്കുകയാണെങ്കിൽ, ഒരു കുടുംബം എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരാശയം നമ്മുടെ പിതാക്കന്മാർ സഭയുടെ പാരമ്പര്യത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു ആശയത്തിൽ അതിനൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഒരു ഘടനയുണ്ടായിരുന്നു. അപ്പൻ, ഇപ്പം മുമ്പേ റോബി അച്ഛൻ പറഞ്ഞ പോലെ, അപ്പനാണ് കുടുംബത്തിൻ്റെ ജഡ്ജ്. അപ്പൻ, അമ്മ, മക്കൾ, പിന്നെ നമ്മുടെ ബന്ധങ്ങൾ, സഹോദരങ്ങൾ, അങ്ങനെ ഒരു ഒറ്റമരമല്ല ഒരു കുടുംബവും. അതെല്ലാം ശിഖരങ്ങളായിട്ട് വ്യാപിച്ച് നിൽക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഈ ഒരു ഘടന ആദരിക്കപ്പെടുന്ന കാലത്തോളം കുടുംബം തന്നെ മതി ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഈ ഒരു ഘടനയ്ക്കെതിരെ വിഘടനവാദങ്ങൾ വീട്ടിലുണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതായത്
അപ്പന് ബദലായിട്ട് അപ്പൻ പറയുന്നതിന് ബദലായിട്ട് മറ്റ് ചില ആശയങ്ങൾ സ്വീകാര്യമാണ് എന്ന് മക്കൾക്ക് തോന്നുന്ന സമയത്ത് അപ്പൻ തിരസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ എതിർക്കപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഒച്ച പുറത്തേക്ക് പോകുന്നത്. നമ്മൾ തന്നെ പറയാറുണ്ട്, പുറത്തോട്ട് ഒച്ച പോകാതെ, പുറത്തോട്ട് ഒച്ച പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ അല്ലേ, അങ്ങനെ നമ്മൾ പറയാറില്ലേ, നീ ഒച്ച വെക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു സ്വരം താഴ്ത്തി നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറയാൻ കഴിയുന്ന ആധികാരികത എവിടെയൊക്കെ ഏതൊക്കെ വീടുകളിൽ അപ്പന് നഷ്ടപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം പുറത്തുനിന്ന് അപ്പൻ്റെ റോൾ അഭിനയിക്കാനായിട്ട് ആ പങ്ക് ഏറ്റെടുക്കാനായിട്ട് ഒരാൾ കയറി വരേണ്ട അവസ്ഥ വരുന്നു. ആ ആളിനെ നമ്മൾ കുടുംബ കോടതിയെന്നോ സഭാ കോടതിയെന്നോ സിവിൽ കോടതിയെന്നോ എന്നുള്ള പേര് വിളിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരിക ഒരു സെക്കൻഡ് തിരിച്ചു വരാം. അപ്പോൾ ഏതൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും ഈ ഒരു സ്ട്രക്ചറിനെ പരസ്പരം അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിർത്താൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ആദരവ് നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്ക് കുടുംബം എന്ന് പറയുന്ന പവിത്രമായ ആ സ്ഥാപനത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെ റോളാണ് വഹിക്കേണ്ടത് എന്നുള്ളത് നിരന്തരം ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരികയാണ്. വ്യക്തി, കുടുംബം, സമൂഹം. ആദ്യം വ്യക്തി ഉണ്ടാകുന്നു, പിന്നെ കുടുംബം ഉണ്ടാകുന്നു, പിന്നെ സമൂഹം ഉണ്ടാകുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു ഇടവകയിലെ വൈദികന് ആ ഇടവകയിലുള്ള എത്ര കുടുംബങ്ങളെ നേരിട്ട് അറിയാൻ കഴിയും? ഒരു ഇടവക വികാരി അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയിലെ എല്ലാവരെയും അറിയാം. നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, അപ്പമാകുന്നവൻ അപ്പൻ. ഇതിനകത്തെല്ലാം എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും അറിയാം, അപ്പന് മക്കളെ അറിയാം. നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം കാണേണ്ട കാര്യമില്ല മോനെ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അപ്പന് മകനോടുണ്ടാവണം.